ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതുപോലൊരു സ്ഥലം ജീവിതത്തിൽ എന്തെങ്കിലും ചേട്ടൻ? അതെ, നമ്മൾ ഒരുപാട് ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലം, ഇത് ഈ അമർചിത്രകളിലൊക്കെ കാണുന്ന പോലെ ഉണ്ട് അല്ലേ? സിനിമയിലൊക്കെ ഇരിക്കുന്ന പോലെ എന്ത് രസമായിട്ടാണ് അല്ലേ? പുഴങ്ങളുടെ കളകളാരവം, കിളികളുടെ കിളികളീരവം. ഇത് പക്ഷേ കിളികളീരൊന്നും അല്ല, ഇതേതോ പിള്ളേരുടെ കരച്ചിലാണല്ലോ. ശരിയാണല്ലോ. അടുത്ത് അംഗൻവാടിയല്ലോ ഉണ്ട് അവിടെ. കാട്ടിലൊക്കെ എങ്ങനെയായിട്ട് അംഗൻവാടി വരും? ഞാൻ നോക്കണം, അത് ചേട്ടൻ നോക്കാം. നോക്ക്. ഹലോ. എൻ്റടുത്തേ വന്നടുക്കും വെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻകട കണ്ണി. കട്ടെടുത്തോ കട്ടെടുത്തോ എനിക്കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതമോ നിൻ കൊതിപ്പോ തന്നിടുമ്പോൾ കുമ്മിടുമ്പോൾ ആ കിന്നാരം കാലിക്കൊള്ളാൻ ഞാൻ. എൻ്റടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എനിക്കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിച്ചൊല്ലാം. ഓ, നമ്മളെ ഈ പാട്ടും പാടി ഡാൻസ് കളിച്ച് നടന്നാ മതിയാ? ആ പിള്ളേരെ പിടിക്കാനായിട്ട് ഞാൻ ആ ലുട്ടാപ്പിനെ പറഞ്ഞു വിട്ടു, അവനെ കാണുപോലും ഇല്ലല്ലോ. ലുട്ടാപ്പി അവനെ കൊണ്ടൊരു കുന്തോ നടക്കത്തില്ല. ഈ കുന്തത്തെ കൊണ്ടിങ്ങനെ കയറാന്നല്ലാതെ. പറഞ്ഞു തീർന്നില്ല, അവന്റെ കുന്തത്തിന്റെ ഒച്ച. ആ അതെ, വരുന്നുണ്ട്. എന്റെ ചെറുപ്പത്തിലെ എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കില്ലായിരുന്നു എന്നെ കാണുന്നവര്. അതിപ്പോഴും എടുക്കത്തില്ല, പേടി കൊണ്ട്. കുട്ടൂസ, വാ നമുക്ക് ഇവരെ ഗുഹയ്ക്കകത്താക്കാം. അന്ന് എനിക്ക് കുറച്ചൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഓം ക്രീം കുട്ടിച്ചാട്ടിനെ വിളിക്കണം. വിളിക്കട്ടെ, അവൻ വന്നാലുണ്ടല്ലോ നമുക്ക് ഉപ്പിലാക്കാം. വാ. ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം കുട്ടിച്ചാത്ത.
എന്താണ് സ്ഥിരം പറയണല്ലേ ഈ തുപ്പലടിച്ച് തീർപ്പിക്കണേ എന്തിനാ അയ്യേ ജുംബും ഇതിനകത്തോട്ട് കയറണം കയറണം പഴയ ബിയറൂപ്പി തന്നെയാണല്ലേ ഇതൊക്കെ ഇവിടെ ഉള്ളു സമാധാനമായല്ലേ ഒന്നൂടെ ഇതിലും ഭേദം തന്നെ ഇതിനിങ്ങനെ കയറണോ അല്ലേ ഇതിലിങ്ങനെ കയറണം ഇനി വെയിറ്റ് ചെയ്യണേ പറഞ്ഞോ ചക്ക നീ ഈ കുപ്പി അകത്ത് വെച്ച് സൂക്ഷിച്ച് നീ ഇവിടെ കുപ്പിക്ക് ആവലിരിക്കണം, അതായത് മാവേലിക്ക് ആവലിരിക്കണം. ഞങ്ങളെ ആ വിക്രമനി നമ്മുടെ മരട്ടിൽ നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് പെണ്ണ് കാണാൻ പോയിട്ട് ഇങ്ങോട്ട് വരാം. രാവിലെ പോവാ. ഇത് മറ്റേ രാജുവിന്റെ രാധയല്ലേ? രാധേ ഇറങ്ങി വാ. എന്റെ പൊന്ന ഇതുങ്ങളൊക്കെ നമ്മൾ ഈ അമർചിത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. രാധ രാജു അയ്യോ എന്താ കറിയുന്നേ? കുട്ടൂസനുണ്ടാകുന്നു. ഞാൻ അവരെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് എവിടെ കുപ്പി? എവിടെ എവിടെ? എടുക്കണ്ട, ആവശ്യമില്ലാതെ പണിക്കൊന്നും നിൽക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. എന്തോ അവരാണ് എന്റെ ദൈവമേ, ഇവരെ കയറും ഇതിനകത്താണല്ലേ? ആരപ്പം നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും, ഇതേ പുറത്ത് കൊണ്ടുപോയിട്ട് ആരും കാണാതെ ഇതിനെ തുറന്ന് മായാവി രക്ഷിച്ചു കേട്ടോ കേട്ടോ. ആ സാധനം എടുത്തു. അതിന്റെ പേര് മായാവിയുടെ വടിയല്ലേ അത്? അതുപോലെ ഇതുപോലെ സൂക്ഷിച്ചു പോകണം കേട്ടോ. എന്തൊക്കെ പൊല്ലാപ്പുണ്ടാവും. ചേട്ടൻ എന്തിനാ അതൊക്കെ എടുത്തു കൊടുക്കാം? പിള്ളേരെ കയറൂരി പിള്ളേരല്ലേ? നിന്നെ ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി വിറ്റിരിക്കും. എന്റെ കുന്തത്തെ കയറാൻ ഞങ്ങളാടാ പറഞ്ഞു. നീ ശരിയാക്കി. നീ ആ കുട്ടൂസനും കുറെ കാലമായിട്ട് നിങ്ങളുടെ രാജുവിനെ പഠിപ്പിക്കടാ. കുന്തം ഏരിയ കൊണ്ടുവരുന്നത് തന്നെ. ഒന്നുമല്ല, കാലത്ത് ഒരെണ്ണം അടിച്ചില്ല, ഒന്ന് പിടിച്ചു നിർത്തണമേ. അത് ശരി. ചോര ഓടാൻ ഭാഗത്തിന് പിടിക്കടാ. ചേട്ടാ പിടിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ പിടിച്ചതാ. ഇതെന്താ ഈ കയ്യിൽ ഇങ്ങനെ ഫോണും പിടിച്ചോണ്ട് നടക്കുന്നത്? എന്റെ പൊന്നു മോനെ ഒന്നും പറയണ്ട. ഈ ഡ്രസ്സിന്റെ ഉള്ളിൽ എന്ത് വെച്ചാലും മുളച്ചിരിക്കും. അത് കാണാനുണ്ട്. അല്ല ഫോൺ എടുക്കുക, അറ്റൻഡ് ചെയ്യേ. ഹലോ, നിങ്ങൾ എന്നാ പണിയായി പറയണേ? ചരലും മിറ്റിലും സിമെന്റൊക്കെ ഇറക്കിക്കോ. ഞാൻ വരാതെ അളവ് തെറ്റാതെ പെര പണിയരുത്. ലാസ്റ്റ് പെര പണിതിട്ട് മിശികാചരിത്രം ഓടിക്കണായിരിക്കും. പെര ഇങ്ങനെയൊന്നും കാണിച്ചിട്ട് എന്നെ കുറ്റം കൊണ്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ ഓക്കെ. ഓ സൂപ്പർമാനെ, സൂപ്പർമാന്റെ പണിയല്ലേ? പണ്ടത്തെ ഞെട്ടിപ്പും ഇതൊന്നും ഇല്ല, ഒന്നും ഏക്കുന്നില്ല. അതെ, സൂപ്പർമാൻ എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടി ഒരു കാര്യം ഇരിക്കും. ഈ എസ് എന്ന് പറയുന്നത് സൂപ്പർമാന്റെ എസ് ആണ്? അല്ല, സൂപ്പർമാന്റെ എസ് അല്ല. എന്റെ അച്ഛന്റെ പേര് ഷിബു എന്നാണ്. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എസ് എഴുതിയിരിക്കുന്നത്. ഞാൻ കാര്യം പട്ടിണിയായിരിക്കും. ഇന്ന് വരെ ഒരുത്തന്റെ നയ പൈസ എടുത്തിട്ടുള്ളൂ. അല്ലല്ല, അതല്ല ചേട്ടാ. ചേട്ടൻ കല്യാണം കഴിച്ചാണെന്ന് ചോദിച്ചത്. വിവാഹിതനാണോ ചോദിച്ചത്? കല്യാണം കഴിച്ചാണ്. ആണ്, ഞാൻ കല്യാണം കഴിച്ചാണ്. എന്റെ ഭാര്യ എന്റെ കൂടെ വന്നിട്ടുണ്ട്. കണ്ട അവള് വന്നണ്ട ഏറുബന്ധ് പോണ ആടി നിന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. ഒന്നും വിചാരിക്കരുത്. ഈ ചെറിയൊരു
ചെറിയൊരു സംശയത്തിന്റെ അസുഖമുണ്ട് കേട്ടാ ഇതന്നെ ഈ ഇപ്പോഴത്തേക്ക് അങ്ങ് ഒട്ടിച്ച് നിൽക്കല്ലേ അല്ല സൂപ്പർമാനെ ഈ ഇരുത്തിയിടിക്കും ഞാൻ ഈ ഇരുത്തി അല്ല സൂപ്പർമാനെ ഈ ഭാര്യയുടെ പുറത്ത് ഈ ഇത് ടവലിന്തിനെ തൂക്കിയിട്ടിരിക്കുന്നു. ഞാനൊരു സൂപ്പർമാൻ ആണല്ലോ, അപ്പൊ എന്റെ ഭാര്യ സൂപ്പർ മാത്തി. അപ്പൊ അത് ആരും തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ടവൽ കൊടുത്തത്, മാച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. ഓ ശരി, നന്നായി ഡ്രസ് കോഡ് കൊടുക്കാൻ. നിങ്ങൾ വീട്ടിലേക്ക് വന്നേക്ക് കേട്ടാ. ഇന്ന് മെറ്റൽ ഞാൻ നിങ്ങളുടെ മുതുകത്ത് കൂട്ടും. ദേഷ്യപ്പെടണ്ടായിരുന്നല്ലേ? ഇതാണ് പെണ്ണുങ്ങളുടെ ഒരു പ്രശ്നം. ചൂടായി നിന്നാ മേളിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് പോകാനും. ഇന്ന് വീട്ടിൽ പോകുന്നില്ല എന്തായാലും, ഇവിടെ കിടക്കും. എന്തുവാ അയില വിക്രമ? ഐസട്ട വിക്രമൊന്നും അല്ല ചേട്ടാ, അയ്യിലെ വിക്രമാണെന്ന് ചോദിച്ചത്. സിനിമയിലെ വിക്രമ കയ്യിലിരിപ്പ് കൊണ്ട് ഇങ്ങനെ ആയി പോയതാ. അല്ലേ ഇങ്ങനെ ഞാനൊന്ന് ഉദ്ഘാടനം ചെയ്യട്ടാ. എന്റെ പൊന്നു ചേട്ടാ ഒന്നും പറയണ്ട. കാലം പുരോഗമിക്കും തോറും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആയി പോവാണ്. അത് അവശനാ. അതിന് ഇങ്ങനെ ഇരിക്കുന്നത് സാധാരണയൊക്കെ ഇങ്ങനെ ഈ കടിച്ചു കീറാൻ നിൽക്കുന്ന പോലെ ഡ്രാക്കുളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് ഈ ചോരയൊക്കെ കുടിച്ചു നടന്ന ആളല്ലേ? പണ്ട് ചോര കുടിച്ചതിന്റെ ഇപ്പൊ ഈ അനുഭവിക്കണത്. എന്താ പറ്റിയെന്നോ? ഡെങ്കിപ്പനി, പക്ഷിപ്പനി, തക്കാളിപ്പനി, പിന്നെ പറയാൻ പറ്റാത്ത പനികളെല്ലാം ഉണ്ട്. ഇപ്പൊ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോ പറയാ H1N1 ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന്. അങ്ങോട്ട് ഓട്ടോറിക്ഷക്കാർ പോലും വിളിച്ചിട്ട് കയറ്റിയില്ല, നടന്നു വന്നെ കാണുന്നത്. ഒരു അവസ്ഥ എനിക്കെന്തായാലും ഈ അവസ്ഥയില്ല കേട്ടോ. പ്രിയം കണ്ട ടാർ ചെയ്തേക്കണാര് ഈ കറുത്ത തുണി ഇങ്ങനെ തലയിട്ട് നടക്കുന്നത്. അയ്യോ അതൊന്നും പറയണ്ട. കാര്യം നമ്മുടെ പല്ല് കുറഞ്ഞ സിംഹമാണെങ്കിലും പുറത്തേക്കിടെ ഇറങ്ങി നടക്കാമായിരുന്നു. ഈ അടുത്ത കാലത്തുണ്ടല്ലോ ഒരു മലയാളത്തിൽ ഡ്രാക്കുള എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അത് ഇറങ്ങിയതിന് ശേഷം ഇവന് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. 28 കെട്ടി ഇരിക്കണ കൊച്ചു പോലും ഇവനെ കണ്ടാ പൊട്ടിച്ചിരിക്കുക. മരണം വീട്ടിൽ പോലും പോകാൻ പാടില്ലെന്ന് അത്രയ്ക്ക് കോമാളി രൂപടാ. നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകും. കാരണം TV-യിൽ അപ്പടെ ഒന്നുകൂടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിലെ പോകണ്ടോ, പിള്ളേര് ക്രിക്കറ്റ് കളിക്കണ്ട, ചിരിച്ചിരി ചത്തു പോകും. ഡ്രാക്കുളയുടെ പോക്കുണ്ടോ, ടർക്കി കോഴി പോണായിരുന്നു. ഒന്നും തോന്നരുത്, ഒന്ന് അല്പം മാറി. നമസ്കാരം. ഇറച്ചിക്കടയോ? അവിടെ ഇവിടെ ആള് നിൽക്കുന്നു. നീ ഇന്നലെ എന്റെ വീടിന്റെ മുകളിൽ കൂടെ പറഞ്ഞു പോയാ? വീടിന്റെ മുകളിൽ അഡ്രസ് മോഹനൻ പാണാവള്ളി. മനസ്സിലായി. ഓടിന്റെ മൂലയോടിന്റെ മേളിൽ ഇങ്ങനെ ഒരു മൊന ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കടന്നു. ഇപ്പൊ അത് പോവാ. ആട്ടെ, ഞാൻ അതിൽ പോയെന്ന് എങ്ങനെ ചേട്ടൻ മനസ്സിലായി? എടാ, ഞാൻ അയൽ ഉണക്കാനിട്ടിരുന്ന നിക്കറാ നീ എടുത്തിട്ടിരിക്കും. എന്റെ നിക്കർ കൊണ്ടുവന്ന് നാളെ തന്നെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ സൂപ്പർമാനാണെന്ന് ഞാൻ ഓർക്കൂല. ഇന്ന് ഞാനൊന്ന് അടിപൊളിയായിട്ട് ചെത്താന്നോർത്ത് വന്നതാ. ചെത്തിക്കൊണ്ട് പോയേനെ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ തിത്താനുഭവം അനുഭവിക്കേണ്ടി വന്നേ. പോകട്ടെ. അമ്മൂന്നറിയാമോ? ദൈവങ്ങളുടെ ഫോട്ടോക്ക് പകരം വലിയമ്മാവൻ്റെ ചെറിയമ്മാവൻ്റെ ഫോട്ടോകളാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. മുതലാളിക്ക് അതാണ് ഉർമീസ് എന്ന് പറയുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് പറയുന്നില്ല. അതാണ് ഉർമീസ്. ചേട്ടൻ അഭിമാനിക്കാൻ സൂപ്പർമാൻ വരെ ചേട്ടനെ അനുകരിച്ചു തുടങ്ങി. ഫോണിൽ എന്തോ വിചാരിക്കുന്നത്? മ്യൂസിക് പറക്കാൻ സമയം തോന്നുന്നു അല്ലേ? കുച്ചാണ്ട് പാണം കത്തണുമാ പഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കറ്റാളി എന്റെ കൊടല് കത്തണുമാ പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴക്കണുമാ അസം കഴിച്ചാലോ. അയ്യോ പ്രേമേട്ടാ, ഇതാരെന്നറിയോ? സ്പൈഡർമാൻ. നമ്മുടെ സ്പൈഡർമാൻ അല്ലേ? എവിടെ പോരാൻ? നേരത്തെ പോരുമായിരുന്നു, ഇപ്പൊ ഒന്നും പോരുന്നില്ല. അയ്യോ, പറഞ്ഞു സമയം പോയല്ലോ. ചക്കയുടെ ലോഡ് വരാൻ സമയമായിട്ടുണ്ട്. സ്പൈഡർമാനും ചക്കയായിട്ടെന്ത് ബന്ധം? അയ്യോ, അതറിയില്ലേ? ഇപ്പൊ ഈ വല വരുന്നില്ലല്ലോ. ഇപ്പൊ ചക്കയുടെ ചവണി മരത്തിന്റെ പശയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമല്ലേ.
മാല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കറ്റാളി എന്റെ കൊടല് കത്തണുമാ. എന്തോ ഈ സ്പൈഡർമാൻ പറഞ്ഞത് കാര്യമുണ്ട്. അതെ 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 അതെ, ഈ പിള്ളേരിപ്പോ ഈ പിന്നെ ചോട്ടാ ഭീമും ആംഗ്രി ബേർഡ്സും ഇത് മായാവിയല്ലേ? അതെ മായാവി മറ്റേ രാജു രാധ പിള്ളേരെ നേരത്തെ നമ്മൾ കുപ്പി കൊടുത്ത് വിട്ടായിരുന്നു, അതിൽ നിന്ന് തുറന്നു വിട്ടല്ലേ? ആ ശരീരം മൊത്തം വേദന. ചെറിയ കുപ്പിയാണോ വലിയ കുപ്പിയാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അകത്ത് കയറി നടുവേദന. എന്താ പറ്റി മൊത്തത്തിൽ ഒരു കോലം കിട്ടുപോകും. ഈ മായാവി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൺസെപ്റ്റുള്ള ആളെ അല്ല. എന്താ ഇങ്ങനെ പോയെ? രണ്ട് കുരുത്തം കെട്ട പിള്ളേരുണ്ടല്ലോ, രാജുവിന്റെ അതിനെ കാരണം ഒരു രക്ഷയില്ലെന്നേ. ഈ പിള്ളേർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് അവിടുന്ന് വിളിക്കും ഓം ഹ്രീ മായാവി, ഓം ഹ്രീ മായാവി. ഞാൻ ഈ വിളിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ക്രീമും തേച്ച് വിളിക്കണ സമയത്തായിരിക്കും ഈ വിളി വന്നത്. നേരെ അവിടുന്ന് പറഞ്ഞു വന്ന് ഈ പിള്ളേരെ രക്ഷിക്കാൻ പോണ സമയത്തായിരിക്കും ആ പന്ന കളവനും കളവിയും ഉണ്ടല്ലോ, കുട്ടൂസനും രണ്ടും കൂടെ പുറകെ വരും. ഈ വരിയും പിടിച്ച് മേടിച്ച് കുപ്പിയിലാക്കി അടച്ച് കൊണ്ടുപോകും. ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കണം. ഒന്നേലും പിള്ളേരാണെങ്കിൽ വളരണം, ഒരുപാട് ഈ പിള്ളേരുടെ തന്തയും തള്ളേന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടു. അത് ശരി. പറ്റുമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചാൽ പിള്ളേർ അവരുടെ കൊണ്ടാക്ക്, അല്ലെങ്കിൽ ഒന്ന് വളർന്നു കിട്ടിയെങ്കിൽ നമുക്ക് കെട്ടിച്ചു വിടാലോ. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ പുറകെ നടക്കുന്നത്? മായാവി മായാവി എന്ന് പറഞ്ഞു ആന്നേ പണ്ടങ്ങാണ്ടോ എന്നെ ഒരു പ്രാവശ്യം രക്ഷിച്ച്. അതിന് ഞാൻ പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറ്റും. മായാവി ഒരുപാട് അത്ഭുത വിദ്യകളൊക്കെ കാണിക്കുന്ന ഒരാളല്ലേ? പിള്ളേരുടെ അച്ഛനെ അമ്മയും നിങ്ങൾക്ക് ഒന്ന് കണ്ടുപിടിച്ച് കൊടുത്തൂടെ? അത് ബോറാണ്. ഇത് കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളൂ, അത്ര ആകാവുള്ളൂ. ഇനി അതും കൂടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകും. ഇങ്ങനെ കുറെ എണ്ണങ്ങളല്ലേ? എന്താ പകച്ചു നോക്കുന്ന മായാവി? മറ്റേ കളവനും കളവയും കൂടെ വരുന്നുണ്ട്. പിടിക്കാനാണ് പേടിക്കണ്ട, ഐഡിയ ഉണ്ട്. കഴിഞ്ഞ ഇല്ല, അല്പസമയം ഇടവേള. മന്ത്രവാദം കഴിഞ്ഞ? അത് കഴിഞ്ഞ് നീ വന്നേ, ഒരു കാര്യം പറഞ്ഞിട്ട്. എന്റെ പൊന്നെണ്ണ, എന്റെ പൊന്നു കൂടെ എങ്ങനെയൊന്നും പറയില്ല. എന്നെ കണ്ടാലെങ്ങനെ തോന്നുന്നു? മനസ്സിലെ മാടപ്രാവിന്റെ ഹൃദയമാണ്. പറഞ്ഞോട്ട് ചെവി എവിടെയാണ്? ചെവിയൊക്കെ ഓട്ട വന്ന് ഇത് ചെവിയെ തൊളവട്ടെ. കാല് പിടിക്കണം, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഇനി മായാവെ പേടിപ്പിക്കോ? ഒരിക്കലും ഇല്ല. ആ പിള്ളേരെ പേടിപ്പിക്കോ? ഒട്ടുമില്ല. കാല് പിടിക്കാം. വിട്ടോ വിട്ടോ പറയണേ, പിടിക്കൂലേ? ഇല്ല. പിടിക്കണോ? കുപ്പി ഉണ്ടെങ്കിൽ ഞാൻ വേണ്ട, താല്പര്യമില്ല. ശരി ശരി ശരി, പേടിയൊക്കെ പോയല്ല. അയ്യോ, ഇതെങ്ങനെയാണ്? ഇതെന്താണ് സംഭവം? ചേട്ടൻ എന്താ പറഞ്ഞത്? എന്താ പരിപാടി? ചേട്ടൻ എന്തോ പറഞ്ഞു കേട്ടപ്പോ അവര് ഭയങ്കര ഒരു ബുദ്ധിപൂർവ്വം ഒരു ഐഡിയ പ്രയോഗിച്ചു. ഈ കുട്ടൂസനും ഡാഗിനുണ്ടല്ലേ, കുറെ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒന്നിച്ച് കഴിയല്ലേ, ഇവര് ലീഗലായിട്ട് മാരീഡ് അല്ല. അതായത് ഇവര് നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല. ഇങ്ങനെ ലീവിങ് ടുഗദർ എന്നും പറഞ്ഞിട്ട് ഈ ഗുഹയ്ക്കകത്ത് ഒന്നിച്ച് കഴിയുക കുറെ കാലമായിട്ട്. ഇത് ഞാൻ നാട്ടിൽ ചെന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നു പറഞ്ഞു. അവരൊന്ന് പിടിച്ചോളും. ഇപ്പൊ അത് നടന്നില്ലെങ്കിൽ സദാചാര പോലീസ് ഉണ്ട് നാട്ടില്, അതും പറഞ്ഞു. രാജു ജാഥ എവിടെയോ കടന്ന് വിളിക്കുക, എന്തോ കഷ്ടമാണെന്ന് പറയും. ഞാൻ ഇതിന്റെ പുറകെ ഓടണം. എങ്ങനെങ്കിലും പോയി രക്ഷപ്പെടുത്തപ്പോ പ്രേമകാരട്ടെ. എന്തായാലും ഞാൻ കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് വന്നെങ്കിൽ ചേട്ടൻ ഒരുപാട് കഥാപാത്രങ്ങളെ കാണാൻ പറ്റില്ലേ? അയ്യോ, താങ്ക് യു. അപ്പൊ എനിക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് തിരിച്ചു തരണം. അതായത് ചേട്ടൻ സീരിയസ് ആയിട്ടൊരു നല്ല പാട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒന്ന് പാടിത്തരണം. അതെന്താണ്? ഞാൻ പാട്ട് പാടാനല്ല. എന്താ പറയുക? ഇല്ല, ഞാൻ കുട്ടൂസൻ ടാഗിനെ പോലെ ഞാൻ ശപിക്കും. ഒരു ഓക്കെ അല്ലേ? നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ.
ചേട്ടാ ഉറക്കോ പ്രേമട്ടാ എന്തോ ഉറക്കോ വാ തുടങ്ങണ്ട നമുക്ക് ഞാൻ ഒന്ന് മയങ്ങിപ്പോടാ പ്രചോദേ ഞാൻ ഒരു അടിപൊളി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്വപ്നം ഒരു ഉഗ്ര സ്വപ്നം എന്ത് സ്വപ്നം അതായത് മായാവിയുടെ ഒരു ഭയങ്കര കോട്ട നീയും ഞാനും കൂടെ ഇതിനകത്തൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക നമുക്ക് ചുറ്റുമാണെങ്കിൽ ഈ കാർട്ടൂണിൽ നമ്മൾ കാണുന്ന എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട് സൂപ്പർമാൻ സ്പൈഡർമാൻ ഡാഗിനി കുട്ടൂസൻ ലുട്ടാപ്പി മായാവി എല്ലാ കഥാപാത്രങ്ങളും കളർഫുൾ ആയിട്ടൊരു സ്വപ്നമായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും റിച്ചായിട്ട് സ്വപ്നം കണ്ടിട്ടേ ഇല്ല നീ ഇപ്പം എന്നെ വിളിച്ചു വളർത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ഇത് കൊള്ളാൻ ചേട്ടാ സാധനം കിടില സാധനമാണ് സത്യം പറഞ്ഞ ചേട്ടാ ഇന്നത്തെ എപ്പിസോഡ് എടുക്കാനായിട്ട് ഒരു നല്ല ത്രെഡ് ഇല്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു അത് ശരി അപ്പോൾ ഒരു ത്രെഡ് ഇല്ലാതെയാണ് അത് ഈ എപ്പിസോഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് അങ്ങനല്ല സത്യമായിട്ട് ഞാൻ പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡ് എടുക്കാനായിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ട് ഒരു ത്രെഡ് കിട്ടില്ല അപ്പോൾ ആ ത്രെഡ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിയപ്പോഴാണ് ചേട്ടൻ ഈ സാധനം പറയുന്നത് ഇത് വെച്ച് നമുക്ക് ഒരു കിടിലം കാറ്റ് ചുമ്മാ അതല്ല നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ അത്രയും തിരക്കിയിട്ട് കാണാത്തത് കണ്ടുപിടിക്കാൻ തിരക്കിയിട്ട് അവസാനം കാണാതെ കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഉറങ്ങി അല്ല ത്രെഡ് കണ്ടിട്ട് ചേട്ടൻ മുമ്പിലോട്ട് വരാമെന്ന് വെച്ചാൽ ഏതായാലും ഇത് വെച്ച് നമുക്ക് ഈ കുട്ടൂസൻ ഡാഗിനി ഈ സ്പൈഡർമാൻ ഈ കാർട്ടൂൺ കഥാപാത്രം വെച്ച് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഒരു അലക്കലക്കാം എന്ത് പറയുന്നു എങ്ങനെയാണ് നീ ത്രെഡുകളൊക്കെ കണ്ടുപിടിക്കുന്നത് അതെ അതെ ജീവിച്ചു പോകണ്ടേ ജീവിക്കണം എന്നായാലും ഇതൊക്കെ കണ്ടുപിടിക്കപ്പെടും അതെ 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 അപ്പൊ നമുക്ക് തുടങ്ങാം ഓക്കെ ഓക്കെ കഴിഞ്ഞ കഴിഞ്ഞില്ലല്ലേ പോ ഓക്കെ ശരി അപ്പൊ അങ്ങനെ അല്ലേ അല്ല അപ്പൊ തുടങ്ങട്ടെ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോകും യെസ് റെഡിയല്ലേ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈവനിങ്ങിനാണ് ഭായിയിലേക്ക് ഹാർദമായ സ്വാഗതം